ഹലോ എവരിവൺ, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളപ്പം ഈ ആഴ്ച മുതൽ ഞങ്ങൾ എല്ലാ ആഴ്ചയും ഒരു സെഗ്മെന്റ് സിനിമയെക്കുറിച്ച് OTT-ൽ കാണുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ തിയേറ്ററിൽ കാണുന്നതോ അല്ലെങ്കിൽ സാധാരണമായിട്ട് എപ്പോഴെങ്കിലും കാണുന്ന ഒരു സിനിമയെക്കുറിച്ച് ഞങ്ങളുടെ ഒരു അഭിപ്രായം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയെക്കുറിച്ച് മാത്രമേ പറയൂ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം നമ്മൾ പറയും. അപ്പം ഞങ്ങൾ ആ സെഗ്മെന്റിന്റെ പേര് ഞങ്ങൾ ഇട്ടേക്കുന്നത് ചായ സിനിമ. നമ്മൾ OTT-ൽ കാണുന്ന എല്ലാ ആഴ്ചയും നമ്മൾ വീക്കെൻഡ് ആകുമ്പോൾ ഒരു സിനിമ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കാണുന്ന സിനിമയെക്കുറിച്ച് നമ്മുടെ ഒരു അഭിപ്രായം, ഒരു 3 to 5 minutes ഒരു ചർച്ച. അപ്പോൾ അതിന് നമ്മൾ ഒരു വിളിക്കുന്ന പേരാണ് ചായ സിനിമ എന്നുള്ളൊരു സെഗ്മെൻറ്റ്. അപ്പോൾ ഒരു ചായ കൂടിയും ചെറിയൊരു 3 to 5 minutes ഉള്ള ഒരു ചെറിയ ചർച്ചയും നമ്മൾ കണ്ട ഒരു സിനിമയെക്കുറിച്ച് അതെ, ഇത് പ്യൂർലി ഒരു എന്റർടൈൻമെന്റ് വേണ്ടിയാണ്. ജസ്റ്റ് ഒരു ഞങ്ങളുടെ അഭിപ്രായം കേട്ട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ അതിനുവേണ്ടി മാത്രം. ഒത്തിരി സിനിമകൾ OTT-ൽ വന്ന് കിടക്കും, പലരും പകുതിയും കാണാറില്ല, സമയമില്ല. അപ്പൊ ഞങ്ങളുടെ ഈ അഭിപ്രായം കൊണ്ട് നിങ്ങൾക്ക് ഇൻ കേസ് ഇൻസ്പയർ കാണാൻ തോന്നുവാണെങ്കിൽ നല്ല കാര്യം, അതുകൊണ്ട് മാത്രം. അതെ അതെ അതെ. അപ്പോൾ ചായ സിനിമ എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ അതൊരു വീക്കിലി സെഗ്മെൻ്റ് ആയിരിക്കും. നമ്മുടെ ഈ പേർഷ്യൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ വരുന്ന ഒരു വീക്കിലി സെഗ്മെൻ്റ് ആയിരിക്കും. മിക്കവാറും അത് സാറ്റർഡേയോ അല്ലെങ്കിൽ സൺഡേയോ ആയിരിക്കും ഈ ഒരു സെഗ്മെൻറ്റ് വരുന്നത്. അതൊരു 3 to 5 minutes ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. പിന്നെ ഒരു പോയിന്റ് ടു ബി നോട്ടഡ് ആണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയെ കുറിച്ച് മാത്രമേ ഞങ്ങൾ പറയാം. അപ്പൊ ചിലപ്പോൾ എല്ലാ ആഴ്ചയും ഇഷ്ടപ്പെടുന്ന സിനിമാസ് OTT-ലോ അല്ല തിയേറ്ററിലോ വരണോന്നില്ല. അപ്പൊ ചില ആഴ്ചകൾ മിസ്സായാലും ഞങ്ങൾ പിണങ്ങല് കേട്ടോ. അതെ അതെ അതെ. നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്കഷൻ, ഒരു 3 to 5 minutes ഡിസ്കഷൻ വിത്ത് ചായ. അതുകൊണ്ടാണ് അതിനെ ചായ സിനിമ എന്ന് പറയുന്ന ഒരു പേരാണ് നമ്മൾ ആ ഒരു സെഗ്മെന്റിന് ഇട്ടത്. പിന്നെ സംടൈംസ് ഒട്ടും ഇഷ്ടപ്പെടാത്ത സിനിമയുടെയും സംടൈംസ് നമുക്ക് റിവ്യൂ തരാൻ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം സേവ് ചെയ്യാം. അതെ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു സിനിമ, നമ്മൾ കണ്ട സിനിമ, നമ്മൾ ഇന്ന് കണ്ട ഒരു സിനിമ ഒരു തമിഴ് മൂവിയാണ്. തമിഴിൽ 3 BHK എന്ന് പറയുന്ന ഒരു തമിഴ് ഫാമിലി മൂവി, ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഈ ആഴ്ച തിയേറ്ററിൽ ഓൾറെഡി വന്നു. ആമസോൺ പ്രൈമിൽ ഈ ആഴ്ച റിലീസായ ഒരു മൂവിയാണ്. ഞങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു, കണ്ടിട്ടാണ് ഈ ഒരു സെഗ്മെന്റിലോട്ട് വന്നത്. അപ്പോൾ ആ മൂവി അത് തികച്ചും ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. നമ്മളെ അത് കാണുമ്പോൾ നമ്മളുടെ റൂട്ട്സിലോട്ട് നമുക്ക് ഓർമ്മകളും പഴയ കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു ഫാമിലി, അതായത് ഒരു കുടുംബത്തിൽ ഒരു അച്ഛൻ, അമ്മ, 2 മക്കൾ അങ്ങനെ അടങ്ങുന്ന ഒരു ഫാമിലിയിൽ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അവരൊരു വീട് വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണിത്. അപ്പോൾ അത് കാണുമ്പോൾ പലർക്കും നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ അച്ഛൻ, അമ്മ, പെങ്ങൾ അങ്ങനെ ഒരു ഫാമിലി അടങ്ങുന്ന ഒരു നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു നൊസ്റ്റാൾജിയ നമ്മളെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ, ആ ഒരു നമ്മുടെ റൂട്ട്സിലേക്ക് ഓർമ്മകൾ കൊണ്ടുപോകുന്ന തരത്തിൽ ആ ഒരു സിനിമ നറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറയുവാണെങ്കിൽ ഇങ്ങനത്തെ പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയെ കുറിച്ച് കാണിക്കുന്നതും ഒക്കെ. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ആ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു പാരൻസ് ആയിട്ടുള്ള അച്ഛനമ്മയും മാത്രമല്ല, അവരുടെ മക്കള് പല ഫെയിലിയേഴ്സ് കടന്ന് അതിനെ ക്രോസ് ചെയ്ത് ഓവർകം ചെയ്ത് അവർ ഫൈനലി അവരൊരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. സോ എനിക്ക് ആ മൂവി കണ്ടപ്പോൾ എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. ഇപ്പം എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കിനി ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് പോലും എനിക്കങ്ങനെ ഒരു ഇമോഷണലി എനിക്ക് തോന്നിയ സിനിമ കണ്ടപ്പോൾ. നമ്മൾ ചുമ്മാ കാഷ്വൽ ആയിട്ട് ഒരു ലൈഫൊക്കെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. പക്ഷെ അങ്ങനെ അല്ല, നമ്മുടെ എഫേർട്ട് ഇട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിന് ഭയങ്കര വാല്യൂ ഉള്ളത്. സോ അങ്ങനെ ഒരു സിനിമയാണിത്. നമുക്കത് കാണുമ്പോൾ തോന്നും വളരെ ഒരു പ്രൈസ്ലെസ് മൂമെന്റ്സ് ഒക്കെ ഇതിലുണ്ട്. വളരെ ഇമോഷണലി ടച്ചിങ് ആയിട്ട് തോന്നും. 3 BHK എന്ന് പറയുന്ന ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ബോയ്സ് സിനിമയിലൊക്കെ വന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആക്ടറാണ്. പിന്നെ നമ്മുടെ ശരത് കുമാർ എന്ന് പറയുന്ന സീനിയർ ഒരു ആക്ടറാണ്. ദേവയാനി എന്ന് പറഞ്ഞ് ഇതിന്റെ ഡയറക്ടർ വന്നിട്ട് ശ്രീ ഗണേഷ് എന്ന് പറഞ്ഞ പുതിയ, എനിക്ക് തോന്നുന്നു ഞാൻ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഞാൻ കാണുന്നത്, ശ്രീ ഗണേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നല്ല മൂവിയായിരുന്നു. നല്ല ഒരു എന്താ പറയുക, ഒരു ഫാമിലി
ഓറിയന്റഡ് മൂവി നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ വീട് വാങ്ങുക എന്നുള്ള ആ ഒരു മാത്രമല്ല, മറ്റൊരു ടോപ്പിക്കും അതിൽ കടന്നു വരുന്നുണ്ട്. അതായത് നമ്മൾ കുട്ടികളെ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അവർക്ക് അവരുടേതായ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരാൾക്ക് എനിക്ക് ഇന്ന പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇന്നതാവണം. പക്ഷെ പാരൻസ് ഒരിക്കലും എനിക്ക് ഇന്നത് നേടാൻ പറ്റിയില്ല, അതുകൊണ്ട് എൻ്റെ മകൻ ഇന്നതാവണമെന്ന് ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ പാരൻസിൻ്റെ ഡ്രീം കുട്ടിയിൽ അടിച്ചേൽപ്പിക്കാൻ അതൊരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് ഈ ഒരു മൂവിയിലൂടെ കാണിക്കുന്നുണ്ട്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പാരൻസ് ഒരുപാട് ഡ്രീംസ് കാണും, അതിപ്പോൾ മക്കളിലൂടെ സാധിക്കണമെന്ന് അവർ വിചാരിക്കാൻ പാടില്ല. മക്കൾക്ക് വേറെ ഡ്രീംസ് ആയിരിക്കും, അവർ വേറെ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ അവർ ചൂസ് ചെയ്യുന്ന വഴി അവർ തിരഞ്ഞെടുക്കട്ടെ, അതിൽ അവർ സക്സസ്ഫുൾ ആവാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അല്ല നമ്മുടെ വഴി അവരെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അവർ അതിൽ സക്സസ്ഫുൾ ആവത്തില്ല, പിന്നെ അതുകൊണ്ട് ഒരു യൂസും ഇല്ല. സോ അങ്ങനെ പിന്നെ ഫോഴ്സ്ഫുൾ മാരേജസ് അങ്ങനെ ചെയ്യിപ്പിക്കാതിരിക്കുക, എല്ലാം അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. ബട്ട് ആ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്ന് മാത്രം നമ്മൾ നോക്കുക. അല്ലാതെ നമ്മൾക്ക് ഇഷ്ടമുള്ളത് തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല, അത് ചിലപ്പോൾ ശരിയായി വരത്തില്ല മുമ്പോട്ട് പോകുമ്പോൾ. സോ ഇത്രേ ഇതിൽ പറയുന്നുള്ളൂ. സോ ഈ ഒരു സിനിമയുടെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അവരെങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നു, പാരൻസും മക്കളും എങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നു ഒരു വീട് വാങ്ങാൻ, ഹൗ ദേ സേവ് മണി, എങ്ങനെ കഷ്ടപ്പെട്ട് പൈസയൊക്കെ സേവ് ചെയ്ത് ഒരു വീട് വാങ്ങുന്നു. ഫൈനലി അവർ വീട് വാങ്ങുന്നതായിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ബട്ട് അതിന് ഒരുപാട് അവർ ബാരിയേഴ്സ് ഓവർകം ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ ഒരു കാണിക്കുന്നത്. അത് പലർക്കും നമ്മുടെ ലൈഫിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റും. പലർക്കും സിനിമ കാണുന്നവർക്ക് അവരവരുടെ ലൈഫ് വെച്ച് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സലന്റ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ മറ്റുള്ള റിവ്യൂവും കണ്ടിട്ടില്ല, വേറെ യൂട്യൂബ് റിവ്യൂസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ പറയാണ്. എനിക്കൊരു എക്സലന്റ് സിനിമയായിട്ടാണ് തോന്നി. ചിലപ്പോൾ ചിലർക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നാം, പക്ഷേ ഇതൊരു എക്സലന്റ് മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് നമുക്ക് കണ്ടിരിക്കുമ്പോൾ വലിയ ഡാൻസും പാട്ടും ഹാഷ് ബൂഷ് ഒന്നുമില്ല, ജസ്റ്റ് നോർമൽ സ്റ്റോറിയാണ്. ബട്ട് ഒരു നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ്, നല്ലൊരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. ഇരുന്ന് കാണുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് നിങ്ങൾ കമന്റ്സിൽ ഒന്ന് പറയണം ഞങ്ങൾ പറഞ്ഞത് ശരിയാണോ അല്ലോ എന്ന്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒന്ന് പറയാം. അതെ. അത് പിന്നെ ഒരു കാര്യം കൂടെ ഇതിൽ ഞങ്ങൾക്ക് കണ്ടപ്പം മനസ്സിലായത്, അത് എനിക്ക് ഈ മൂവി കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, നമ്മൾ എത്ര ഉയരത്തിലേക്ക് പോയാലും ചില സമയത്തൊക്കെ നമ്മൾ എത്ര മുകളിൽ പോയാലും നമ്മൾ എത്ര ദൂരങ്ങൾ യാത്ര ചെയ്താലും വല്ലപ്പോഴുമൊക്കെ ബാക്ക് ടു നമ്മുടെ റൂട്ട്സിലേക്ക് ഒരു തിരിച്ചു പോക്ക് നമ്മൾ വല്ലപ്പോഴും നടത്തണം. അത് നമ്മൾ ഇങ്ങനത്തെ മൂവീസ് നമ്മൾ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ ആ റൂട്ട്സിനെ കുറിച്ചും നമ്മൾ എവിടെയായിരുന്നു, എങ്ങനെ വന്നു എന്നുള്ള ഓർമ്മകൾ നമ്മളിലേക്ക് കൊണ്ടുവരും. അത് ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നുവാണെങ്കിൽ നമ്മൾ കമൻറ്റ്സ് ചെയ്യുക, നിങ്ങൾ കണ്ടു നോക്കുക. 3 BHK തമിഴ് മൂവിയാണ്, ആമസോൺ പ്രൈമിലാണ് ഇത് വന്നതിപ്പോൾ. വാച്ച് ആൻഡ് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പം ഞങ്ങളുടെ ചായയും സിനിമയും എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റിലെ സിനിമയുടെ ഒരു ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കഴിഞ്ഞത്. റിവ്യൂ അല്ല കേട്ടോ, ഞങ്ങൾ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സിനിമയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. ജസ്റ്റ് ഒരു ഡിസ്കഷൻ. അതെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. വീണ്ടും കാണുക. താങ്ക് യു. പേർഷ്യൻ മലയാളി. Thank you. This is Lydia signing off. Bye bye. Persian Malayali.